ഹായ് ഓൾ, വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ S5 BSc മാത്തമാറ്റിക്സ് മേജർ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK5 DSc MAT 301 എന്ന് പറയുന്ന കോഴ്സ് കോഡിലുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് റിയൽ അനാലിസിസ് 1 അല്ലെങ്കിൽ റിയൽ അനാലിസിസിൻ്റെ ഒരു സിലബസ് അനാലിസിസ് ആണ്. ഈ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് കൂടുതൽ നന്നായിട്ട് പഠിക്കേണ്ടത്, ഈ വക കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ നിങ്ങൾക്ക് എക്സാം സമയത്ത് കുറച്ചുകൂടി കാര്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം ഏതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഏതാണെന്നും പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മളൊരു വീഡിയോ ഓൾറെഡി സിലബസിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒരു പേപ്പർ മാത്രം എടുക്കാൻ വെറും 1200 രൂപയാണ് ആകുന്നത്. ജൂലൈ 15-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ആ ഓഫർ ഉള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 4 പേപ്പർ എടുത്താൽ 5 പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് ഒരു ഫുൾ പേപ്പർ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ മുന്നത്തെ വീഡിയോകൾ നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ വാട്സാപ്പിൽ കൃത്യമായിട്ടൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ വാട്സപ്പിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിലബസ് വരുന്നത് നമ്മൾ S4ൽ പഠിച്ചിട്ടുള്ള റിയൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റിയൽ നമ്പേഴ്സും സീക്വൻസും S4ൽ പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമുക്ക് ഈ ഒരു സെമ്മിൽ എന്ത് വരുന്നത്, റിയൽ അനാലിസിസ് 1 എന്ന് പറയുന്ന പേപ്പർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ സീരീസ് ആണ്. സീരീസിൽ എന്താണ് ഇൻഫിനിറ്റ് സീരീസ്, അതിൻ്റെ ആബ്സല്യൂട്ട് കൺവെർജൻസ്, അതിൻ്റെ ടെസ്റ്റുകൾ. ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട് കൺവെർജൻസ് ടെസ്റ്റ് ഉണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്, റൂട്ട് ടെസ്റ്റ് ഉണ്ട്, റേഷ്യോ ടെസ്റ്റ് ഉണ്ട്, ഇൻ്റഗ്രൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു ടെസ്റ്റ് ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഈ ടെസ്റ്റുകളും ആ ടെസ്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസും നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ഇത് ഇച്ചിരി വലിയ മൊഡ്യൂളാണ്, ഭയങ്കര വലുതൊന്നുമല്ല. സ്റ്റിൽ ഓരോ ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ വരുന്നത് കുറച്ചുകൂടി ചെറിയ മൊഡ്യൂളാണ് ലിമിറ്റ് ഓഫ് ഫംഗ്ഷനും ലിമിറ്റ് തിയറംസും. ആ ലിമിറ്റ് തിയറംസൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതും പക്ഷേ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു സെക്ഷനാണ്. നിങ്ങൾക്ക് ആ തിയറമൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ, തിയറം പ്രൂവ് ചെയ്യുന്ന ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെക്ഷൻ പഠിക്കാൻ പറ്റും. ആ ഐഡിയ ഉള്ള രീതിക്കാണ് നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ആ രീതിക്കാണ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ലിമിറ്റ് കഴിഞ്ഞാൽ, ഫംഗ്ഷൻ്റെ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് നോക്കുന്നത്. ഇത് ശരിക്കും കഴിഞ്ഞ സിലബസ് വരെ സിക്സ്ത് സെമ്മിലായിരുന്നു കണ്ടിന്യൂസ് ഫംഗ്ഷൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ ഇൻ്റർവെൽസ്, അതേപോലെ തന്നെ അത് രണ്ടുമാണ് നമ്മൾക്ക് കണ്ടിന്യൂറ്റിയിൽ ആ മൊഡ്യൂളിൽ പഠിക്കുന്നത്. പിന്നെ ഒന്നുകൂടി ഉണ്ട് യൂണിഫോം കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ കണ്ടിന്യൂറ്റിയിൽ പഠിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിഫറൻസിയേഷൻ പഠിക്കുന്നു, ഡെറിവേറ്റീവ്, മീൻ വാല്യൂ തിയറം, എൽ ഹോപ്പിത്താൽ റൂൾ. അപ്പോൾ ഇത് മൂന്നുമാണ്. അതിൽ എൽ ഹോപ്പിത്താൽ റൂളൊക്കെ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ തിയറംസ് ചോദിക്കും. മീൻ വാല്യൂ തിയറം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മീൻ വാല്യൂ തിയറം അല്ലെങ്കിൽ എൽ ഹോപ്പിത്താൽ തിയറം 100% ഉറപ്പായിട്ട് നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യപേപ്പറായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പഠിക്കാനായിട്ട് ആകെ വരുന്ന ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ് R.G. ബാർട്ടിൽ, ഡൊണാൾഡ് ഷെർബർട്ട്, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് തയ്യാറാക്കിയ ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ്. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിലബസ് ഒക്കെ അവിടെ കാണാം. നിങ്ങൾ S5ലായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെമ്മിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കുന്ന തരത്തിലോട്ട് നിങ്ങൾ വളരണം. ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി റെഫറൻസ് ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരിക്കുന്ന ബാർട്ടിലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് കൃത്യമായിട്ട് എടുത്തു വെച്ച് പഠിക്കാൻ നോക്കുക. അപ്പോൾ ആ ടെക്സ്റ്റ് അതേപോലെ ഫോളോ ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ എക്സസൈസ് പ്രോബ്ലംസും ഒക്കെ യൂസ് ാണ് നമ്മളുടെ ക്ലാസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസും മറ്റ് വീഡിയോസിനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.